Hello, good morning. So ഞാൻ ഇന്ന് തൊട്ട് gonna make my vlogs. Um, എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ randomly I'm just gonna start taking vlogs. So I just got up. This is how I think all normal people gets up. So ഞാൻ എണീറ്റു. ഇനി എൻ്റെ വീട്ടിലുള്ളവർ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും. ഫോട്ടോയ്ക്ക് എടുത്താൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത് പോലെ എന്നല്ല, അവർ രണ്ടുപേരും വന്ന് അങ്ങനെ ഇരുന്നതാണ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ ഇപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണ്. അമ്മ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണ്. ജോലിനെ കുറിച്ച് അധികം ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. സോ ദിസ് ഇസ് മൈ ബ്യൂട്ടിഫുൾ മോം ആൻഡ് ദിസ് ഇസ് മൈ ഹാൻസം ഡാഡ്. പണ്ട് ചുമ്മാ ചുള്ളനായിരുന്നു, ഇപ്പൊ കുറച്ച് അസുഖമൊക്കെ ഒന്ന് ഇങ്ങനെ ആയതാണ്. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്? ഓക്കെ. അമ്മ ഈ ജോലിയെല്ലാം ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, അമ്മയുടെ പ്രായമൊക്കെ ആകുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. സംശയം. ആ കാണുന്നതാണ് അച്ഛൻ. അച്ഛൻ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ തമാശ ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. തമാശ പറയുന്നതാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി. പിന്നെ അച്ഛൻ കുറേ ഇലക്ട്രിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അച്ഛൻ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു. അപ്പോൾ അതിൽ പ്രവർത്തിക്കാനാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫസ്റ്റ് വീഡിയോ എന്തായാലും വിയേർഡായിരിക്കും. സോ ഇനി നമുക്ക് വേറെ ആളെ പരിചയപ്പെടാം. One who inspired me, who wanted to take videos. So ചേച്ചി ഇതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെഡി ആവാൻ വേണ്ടി ഒരു ക്യാപ്പ് എടുത്തപ്പോഴത്തേക്കും പിന്നെ മോമോൻ്റെ വെച്ചാണ് വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്തത്. മോമോ, ഇതാണ് മോമോ. എൻ്റെ നെഫ്യൂ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയത്തൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ പേര് എല്ലാം പകുതിയൊക്കെ പറയും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി അവൻ്റെ അനീത്തി ഇപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അവളുടെ പേര് ഇതിക്ക. അയ്യോ, ബൈ ദ ബൈ, മോമോന്റെ ശരിക്കുള്ള പേര് ആര്യൻ എന്നാട്ടോ. രണ്ടുപേരുടെയും ഉണ്ടാക്കിയ ആളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചേച്ചി, രേഷ്മ എന്നാണ് പേര്. പക്ഷെ ഞങ്ങള് രേപ്പ അങ്ങനെ കുറെ പേരൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ രേപ്പയാണ് ഫേമസ്. രേപ്പ, സംതിങ് ടു ദ വീഡിയോ, ഡു യു വാണ്ട് ടു സേ? Hi and all the best for your future endeavors. ഈ ചിരിച്ചും കളിച്ചൊക്കെ ഞങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസൊക്കെ ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നും എൻ്റെ ഏറ്റവും വലിയ പില്ലറായി നിന്നിട്ടുള്ളത് എൻ്റെ ചേച്ചി തന്നെയാണ്. ദിസ് ഈസ് മൈ അളിയൻ, എൻ്റെ ചേച്ചിയുടെ ഒരേ ഒരു ഭർത്താവ്. കാണുമ്പോൾ ഒരു കള്ളലക്ഷണമൊക്കെ തോന്നുകയാണെങ്കിലും ആള് പാവ. എൻ്റെ ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ വീട്ടിലാകെ തിരക്കും ബഹളമൊക്കെയാണ്. അപ്പോൾ ഈ ആൻറ്റിയാണ് ഞങ്ങളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. പാവ. എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പേര് ഗ്രീഷ്മ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്, എന്താകുമെന്ന് എനിക്കെന്നെ അറിയില്ല. തൽക്കാലം ഞാനിപ്പോൾ വ്ളോഗിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ദോശയൊക്കെ കഴിച്ചിട്ട് നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോകാം. ഓക്കെ, നമുക്കിനി റെഡിയാകാം. ഓണത്തിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, വിച്ച് ഇസ് പച്ചക്കറി ആൻഡ് സ്റ്റഫ് ഉണ്ട് ഓൾസോ. നമുക്ക് അതിന് റെഡി ആയിട്ട് തെറ്റിടാം. ഓക്കെ, സോ ഞാൻ റെഡിയായി.
നമ്മള് പച്ചക്കറി വാങ്ങിക്കാനാണെന്ന് അറിയാം, എന്നാലും ഇത്ര ഒരുങ്ങി കെട്ടിയതിന്റെ പോണേന്ന് വിചാരിക്കുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ എവിടെ പുറത്തേക്കൊന്നും പോകാറില്ല. പച്ചക്കറി വാങ്ങിക്കാനും റേഷൻ കടയിലൊക്കെ പോകുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ റെഡി ആവുന്നത്. സോ ഞാൻ ജസ്റ്റ് സിംപ്ലി ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടൊന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തരാം. അമ്മേ, നമ്മളെവിടെ പോവാ അമ്മേ? ഓണം പർച്ചേസിങ്. എന്തൊക്കെയാ പർച്ചേസ് ചെയ്യാൻ പോണേ? ഓണത്തിന് എല്ലാരും പർച്ചേസ് ചെയ്യുന്ന അവിടെ കാണുന്നതെല്ലാം വാങ്ങിക്കുന്നുണ്ടോ? കാണുന്നതെല്ലാം വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയാ വാങ്ങിക്കുന്നേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഓഹോ, എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങള്? പച്ചക്കറി മേടിക്കണം, പിന്നെ കറുത്ത ശർക്കര കിട്ടിയിട്ടില്ല. അമ്മയുടെ സ്ലാങ്ങിന് എന്ത് പറ്റി? അച്ഛാ, നമ്മൾ എവിടെ പോണേ? പാപ്പ ഉണ്ടാക്കുന്ന കറി വാങ്ങിക്കാൻ. പാപ്പ ഉണ്ടാക്കുന്ന കറി വാങ്ങിക്കാറോ? വാട്ട് ഡസ് ദാറ്റ് ഈവൻ മീൻ? അതിന്റെ പച്ചക്കറി. ശരി, അപ്പൊ പോകാം. ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കഫേയിൽ വന്നേക്കുവാണ്. അമ്മ ഒരു അടിപൊളി ഫലൂഡ പറഞ്ഞിട്ടിരിക്കുകയാണ്. കസ്റ്റം ചെയ്ത് എടുത്ത ഫലൂഡയാണ്. അമ്മേ കഴിച്ചു? പിടിച്ചു വച്ചേക്കായിരുന്നു കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ സ്റ്റിൽ വെയിറ്റിംഗ്. അതുവരെ സമൂസ തട്ടുന്നു. ഹലോ, ഓക്കെ, തിരിച്ചെത്തിയിട്ട് ആക്ച്വലി കുറച്ച് നേരമായി. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചത്ത് കുത്തിയ പോലെ. സോ ഞങ്ങൾ ആക്ച്വലി കഫേയിലൊക്കെ പോയി, പിന്നെയും കുറച്ചൊക്കെ പോയി. ഫോൺ എടുക്കാൻ എനിക്ക് തീരെ നിവർത്തി ഉണ്ടായില്ല, ബിക്കോസ് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും. സോ ഇറ്റ് വാസ് വെരി ഹാർഡ് ടു ജഗിൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ. സോ ഞാൻ ഈ വീഡിയോ ആക്ച്വലി എൻഡ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബായ് പറയുന്ന വീഡിയോ ആയിരുന്നു ഇത് ശരിക്കും. പക്ഷേ നെക്സ്റ്റ് ഡേയ്സൊക്കെ കസിൻസും എൻ്റെ അമ്മച്ചി അപ്പൂപ്പനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് അമ്മച്ചി അപ്പൂപ്പനെയും പിക്ക് ചെയ്യുന്ന വീഡിയോ ആട്ടോ ഇനി കാണുന്നത്. ഇതെൻ്റെ അമ്മച്ചിയാണ്, എൻ്റെ അമ്മയുടെ അമ്മ. ഞങ്ങളിന്ന് ഓണം പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അമ്മച്ചി അപ്പൂപ്പനെ ഞാൻ അതേവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അമ്മച്ചി എന്ന് പറയണത് എനിക്കും എൻ്റെ ചേച്ചിയും എൻ്റെ കസിൻസിനുമൊക്കെ മാലാഖ പോലെയാണ്. കാരണം അമ്മച്ചി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വെക്കേഷൻ ടൈമിലൂടെ വീട്ടിലുള്ളപ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുവരും. അത് എന്തെങ്കിലും ഒരു പൊതിയായിരിക്കും, ഐസ്ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ മാഗി ആയിരിക്കും. ഞങ്ങൾ ചിലപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ മാഗിയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പൂപ്പ, ഇതെൻ്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ പാർട്ടിയിലൊക്കെ ഉള്ള ആളാട്ടോ. ആക്ച്വലി ഈ പിങ്ക് ഷർട്ടൊക്കെ ഇപ്പോൾ ഇടാൻ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ എപ്പോഴും വെള്ളയിലും കാണാം. ഈ ഇടയായിട്ട് അപ്പൂപ്പൻ അമ്മച്ചീൻ്റെ അടുത്ത് ഭയങ്കര റൊമാൻറ്റിക്കാണ്. നീ അത് കഴിച്ചോ, നീ ഇത് കഴിച്ചോ, അങ്ങനെ ഒരു 100 ചോദ്യം ചോദിക്കും അപ്പൂപ്പൻ അമ്മച്ചിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ ഇന്നലെ കുറേ വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ ആക്ച്വലി വൈൻഡ് അപ്പ് ചെയ്തായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാണ്ടായി, വെയിലത്തൊക്കെ പോയി. ഞാൻ ഇന്നലെ ഒരു ഗുഡ് ബൈ അല്ല, ബൈ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പം ഇന്നിപ്പോൾ അത് സെക്കൻഡ് ഡേ ആണ് വീഡിയോ എടുക്കുന്ന ജേർണിയില്. സോ ഇന്ന് കൂടി എന്തെങ്കിലുമൊക്കെ കുറച്ച് ബിറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ റൈറ്റ് നോ ഞാൻ മാർക്കറ്റിൽ വന്നേക്കുവാണ്. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, നെടുമങ്ങാടാണ്, വെരി ഫേമസ് പ്ലേസ്. സോ ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഓണത്തിന് ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി. ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് എൻ്റെ കസിനെ കുറിച്ച് പറയുന്നതായിരുന്നു. ശ്രീകുട്ടി, ഒഫീഷ്യൽ പേര് രേവതി. അവൾ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അവൾ മാത്രമല്ല, അവളുടെ അനിയൻ കണ്ണൻ, പിന്നെ എൻ്റെ കുഞ്ഞു. ഇവളാണെന്ന് വരുമെന്ന് പറഞ്ഞ ഐറ്റം എൻ്റെ കസിൻ ശ്രീകുട്ടി. വലിയ ഓഫീസറാണ്, കണ്ടാൽ തോന്നില്ല, പക്ഷെ എന്തായാലും വലിയ ഓഫീസറാണ്.
ശ്രീകുട്ടി, എൻ്റെ പുതിയ അധ്യായത്തിൽ എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്? എല്ലാവരും ഓൾ ദ ബെസ്റ്റാ പറയണേ. ഇതുപോലെ ഫോൺ നോക്കിയിരിക്കുന്ന അച്ഛന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഓ, ഇവിടെ അഡിക്റ്റഡാ എന്നെക്കാളും. ഇതാണ് ഞങ്ങളുടെ കണ്ണാപ്പി. ഇവൻ ഇത്രയും വലുതായത് എങ്ങനെയാന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ദേ അവൻ്റെ കയ്യിലിരിക്കുന്ന അത്രയും തൊട്ട് കാണാൻ തുടങ്ങിയതാ. നിന്നെക്കാളും കൊള്ളാം, അവൻ പെട്ടെന്ന് അച്ഛനാവും തോന്നുന്നുണ്ട്. കോൺവെർസേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. പക്ഷെ ഷോള് അവൾക്ക് എവിടെ നിന്നാ കറക്റ്റ് ചുരിദാറിനനുസരിച്ച് കിട്ടി എന്നുള്ളത് ഭയങ്കര സംഭവമായിരുന്നു. എന്തായാലും ഷോളിൻ്റെ ഡിസ്കഷൻ പിന്നെയും കുറേ നീണ്ടു. ഞാനില്ലാത്ത ഒരു ഫോട്ടോ എടുപ്പ് അത് ഇവർ രണ്ടുപേർക്കും സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. ഞാനില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് പറയുമായിരിക്കും രണ്ടുപേരും. കണ്ണൻ എന്തായാലും ഉറപ്പായിട്ടും ബെസ്റ്റ് മാമൻ എന്നുള്ള അവാർഡ് എന്തായാലും കിട്ടും. കുട്ടീനെ തറ വയ്ക്കില്ല അവൻ. ഇപ്പം ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര വലിയ ജഗജില്ലയായിരുന്നു പണ്ട്. ടെറർ. എൻ്റെ അമ്മേനെയും കുഞ്ഞമ്മേനെയും വറപ്പിച്ച് നിർത്തുന്ന ആളായിരുന്നു. ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കിടന്ന് തത്രപ്പാട് നടന്നതാ. മോമോ പിടിച്ചിട്ട് കിട്ടാതെ കണ്ണൻ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുക. ഫൈനലി അവനെ കിട്ടും. എന്നിട്ടാണ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ശ്രീകുട്ടിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാട്ടോ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. പാവം. ഇതാ കുട്ടി. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഇപ്പോൾ ചെല്ലിയായിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഞാൻ ഈ വീഡിയോ ലാൻഡ്സ്കേപ്പിലല്ല എടുത്തതെന്ന്, ഇങ്ങനെ വേർട്ടിക്കലായിട്ടാണ് എടുത്തതെന്ന്. എൻ്റെ ഡാൻസ് ആരും റെക്കോർഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ തനിയെടുത്തതാട്ടോ ഇത്. ഹായ്. സോ ഫൈനലി ഈ വീഡിയോയ്ക്ക് ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ദിവസം ഞാൻ ഇതുപോലെ അവസാനിപ്പിച്ചായിരുന്നു. പക്ഷേ എന്തോ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടും കുറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഡേ ഇന്ന് ഒഫീഷ്യലി ഇന്നത്തെ ലാസ്റ്റ് തീർന്നു. ഇനിയും അടുത്ത ദിവസം കൂടി കുറച്ച് വീഡിയോ എടുത്തിട്ട് ഇത് എത്തിക്കുകയാണെന്ന് പറഞ്ഞ് ഇടുന്നില്ല. ഇത് ഫൈനലാണ്, തീർന്നു. സോ എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ആശംസിച്ച് എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് മാക്സിമം അടിപൊളിയായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്തേക്ക്. ആൻഡ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം പറഞ്ഞു. കുറ്റങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. ഐ എം റെഡി ടു ലിസൺ. കാരണം ഇതെൻ്റെ ഒരു ന്യൂ ജേണിയാണ്. എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ എടുത്ത് ഇടുവാണ്. സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ഇറ്റ് ആൻഡ് ഒരു വണ്ടർഫുൾ ഹാപ്പി ഓണം.